സ്വാലിഹീങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നല്ല നല്ല മജ്ലിസുകളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്, റമളാനു ശരീഫ് കടന്നു വരാനിരിക്കുകയാണ്. ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാന ലതമന്നൗ അലാ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, റമളാൻ മാസത്തിന്റെ മഹത്വമെങ്ങാനും എന്റെ ഉമ്മത്ത് പരിപൂർണമായും അറിഞ്ഞാൽ, റമളാൻ മാസത്തിന്റെ പോരിശ എന്റെ ഉമ്മത്ത് അത് പൂർണ്ണമായി അറിഞ്ഞാൽ, അവരേറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന്, അല്ലാഹുവേ, ഒരു കൊല്ലം മുഴുവനും റമളാനായിരുന്നുവെങ്കിൽ എത്ര റാഹത്തായിരുന്നു. റമളാൻ മാസത്തിന്റെ മഹത്വം ഒരാൾ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അയാളെ മനസ്സിലൊരാഗ്രഹമുണ്ടാകും, പടച്ചവനെ, ഒരു കൊല്ലം മുഴുവനും റമളാനായിരുന്നുവെങ്കിൽ. കാരണം റമളാൻ അല്ലാഹു നമുക്ക് നൽകിയ ഒരു അതിഥിയാണ്. റമളാനു ശരീഫ് വരുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തുമായിട്ടാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്തുണ്ട്, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് വ്യാപകമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലോകത്തെല്ലാവർക്കും അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു നൽകുന്ന റഹ്മത്താണ് അവന്റെ മഴ, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ഓക്സിജൻ എല്ലാം അല്ലാഹു തആല ഒരു മതവും വിശ്വാസവും നോക്കാതെ അല്ലാഹു നൽകുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് ആർക്ക് മാത്രമാണ് നൽകുന്നത്? അവൻ തെരഞ്ഞെടുത്ത് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ. ഇതേ ആയത്തിന്റെ വേറൊരു ആയത്ത് രൂപം എന്താണ്? ഇന്നമാ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ചില ആളുകളെ സെലക്ട് ചെയ്യും കേട്ടോ. ദാലിക ഫളുലുല്ലാഹ്. ഓർക്കണേ, അത് അല്ലാഹു അവർക്ക് നൽകുന്ന ഫളിലാണ്. അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവന് നൽകുന്നതാണ്. വമിൻ റഹ്മതിഹി, അവന്റെ പ്രത്യേകമായ റഹ്മത്തിൽ പെട്ടതാണ് അവൻ മനുഷ്യകുലത്തിൽ നിന്ന് നബിമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. നബിമാരെ നുബുവത്ത് കൊടുക്കുക എന്നതൊരു പ്രത്യേകമായ റഹ്മത്താണ്. റിസാലത്ത് കൊടുക്കുക എന്നുള്ളത് പ്രത്യേകമായ റഹ്മത്താണ്. അതേപോലെ അമ്പിയാക്കളെ അനന്തരമായി ഇവിടെയുള്ള ഇൽമു നൽകപ്പെടുക എന്നതൊരു അനുഗ്രഹമാണ്. അത് സെലക്റ്റീവാണ്, അല്ലാഹു തെരഞ്ഞെടുത്ത് നൽകുന്നതാണ്. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ട അവൻ പ്രത്യേകത നൽകിയിട്ടുള്ള റഹ്മത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ റമളാൻ. ഫുറാജി സ്റ്റേജിലേക്ക് വരും. നിങ്ങൾ ഇന്നത്തെ ഗസ്റ്റാണ്. വെരി വെരി ഇങ്ങോട്ട്. ധാരാളം റഹ്മത്ത് അല്ലാഹു ചൊരിക്കപ്പെടുന്ന സമയമാണ് റമളാൻ മാസം. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ റമളാനു ശരീഫിനെ മൂന്നായി ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടില്ലേ? അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 റഹ്മത്ത. റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്താണ്, ബാക്കിയുള്ളത് റഹ്മത്തില്ല എന്നല്ല. പക്ഷെ ആദ്യത്തെ 10 അല്ലാഹുവിന്റെ റഹ്മത്ത് വ്യാപകമാണ്. ആരെല്ലാം റമളാനു ശരീഫിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, റമളാനു ശരീഫിൽ ഏറ്റവും പ്രധാനമായി അവന്റെ റഹ്മത്ത് ലഭിച്ചവരെ അടയാളം കിതാബുകളിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ആദ്യത്തെ 10 റമളാനിന്റെ ആ മാസപ്പിറവി കാണുന്ന ആദ്യത്തെ രാത്രിയിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമ്മെ റമദാനു ശരീഫിലേക്ക് എത്തിച്ചു തരട്ടെ. ആദ്യത്തെ പിറ കണ്ട രാത്രിയിൽ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ കേദാരമായി ലക്ഷക്കണക്കിന് റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു. അർശിന്റെ ഭാഗത്തിൽ നിന്ന് സ്വർഗീയമായൊരു കാറ്റ് അടിച്ചു വീശുന്നു. ഭൂമിയിലുള്ളവർക്കെല്ലാം അല്ല പുറത്തു കൊടുക്കുന്നു. അല്ല തൗബയുടെ വാതിൽ തുറന്നു വെക്കുന്നു. നരകത്തിന്റെ വാതിൽ കുട്ടിയടക്കപ്പെടുന്നു. അങ്ങനെയുള്ള റഹ്മത്ത് ചൊരിക്കപ്പെടുന്ന സമയം അല്ല എനിക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഞാനൊരടയാളം പറഞ്ഞു തരാം. എന്റെ വകയല്ല. ഇന്നമാ യഖ്തസു ബിറഹ്മതിഹി മൻ യശാ എന്ന ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം, അല്ലാഹു റഹ്മത്തിന്റെ പത്താകുന്ന റഹ്മത്ത് കൊണ്ട് ചൊരിക്കപ്പെടുന്ന റമദാൻ, അതിൽ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമ്മൾ അറിയും? അതറിയാനുള്ള ആദ്യത്തെ രാവ്, ധ്വനികൾ മുഴങ്ങുന്നു. ആണുങ്ങളെയായ പുരുഷന്മാര് സ്ത്രീകൾ വ്യത്യാസമില്ലാതെ പുരുഷന്മാരാവട്ടെ അന്ന് മഗ്രിബിന്റെ ജമാഅത്തിന് പങ്കെടുത്തവരാണ്. അന്നത്തെ മഗ്രിബിന്റെ ജമാഅത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ, നിങ്ങളെ വീടുകളിൽ നിങ്ങളെ മക്കളോടൊന്നിച്ച് റമദാനു ശരീഫിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി ആദ്യത്തെ രാത്രിയിലെ മഗ്രിബ് ജമാഅത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. എന്റെ ചെറുപ്പക്കാര് നല്ലവണ്ണം ആലോചിക്കണം. റമദാൻ മാസത്തിന് ആകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച അല്ലെ? അടുത്ത ബുധനാഴ്ചയല്ലേ സാധ്യതയുള്ളത്? രാത്രി വ്യാഴാഴ്ച രാവ് പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ. ഇപ്പോ വേൾഡ് കപ്പ് 2020 ക്രിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ? സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം ക്രിക്കറ്റും കളിയും. ഇങ്ങനെ നമ്മുടെ ഫോണിലും ടിവിയിലും ക്ലബിലും നമ്മുടെ ഗ്രൗണ്ടുകളിൽ വെക്കേഷൻ ടൈമാണ്. ഇഷ്ടംപോലെ ടൂർണമെന്റുകൾ, കളികളൊക്കെ നടക്കുന്ന സമയമാണ്. പറയട്ടെ, റമദാനു ശരീഫിന്റെ ആദ്യത്തെ രാത്രിയിൽ മോനെ നീ എവിടെയാണ്? പള്ളിയിലാണോ നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ട്? ഗ്രൗണ്ടിലാണോ? നീ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്താണ്, സംശയം വേണ്ട. അതിനാണ് റമദാൻ മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുള്ളത്. റമദാനു ശരീഫ് വരുന്നതിന് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നടത്തിയ ചരിത്ര പ്രസിദ്ധമായൊരു പ്രഭാഷണം ബുഖാരിയിലുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നുണ്ട്, ഓ ജനങ്ങളെ, ഖദ് അദല്ലക്കും റമളാൻ, റഹ്മത്തിന്റെ തണലുമായി റമളാൻ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ വീടുകൾ ഒരുങ്ങേണ്ടതുണ്ട്, അടിച്ചുവാരി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, പരിസരം ശുദ്ധീകരിക്കേണ്ടതുണ്ട്, നിങ്ങളെ മനസ്സ് ശുദ്ധിയാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി അല്ലാഹ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? അതിന്റെ അടയാളമാണ് മോനെ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിലെ മഗ്രിബ് ജമാഅത്ത് കിട്ടിയിട്ടുണ്ടോ? മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. ഖുർആൻ പാരായണത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എപ്പോഴാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പറയുന്നു. ഒന്ന് സുബ്ഹിന്റെ സമയത്തുള്ള ഖുർആൻ പാരായണം, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. രണ്ടാമത്തത് ബൈനൽ മഗ്രിബി വൽ ഇശാ, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ്. സാധാരണ ഒരു സത്യവിശ്വാസിയുടെ ദിവസം തുടങ്ങുന്നത് എപ്പോഴാ? നമ്മളെ ദിവസം തുടങ്ങുക? നമ്മളെ ദിവസം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറബി ഭാഷയിൽ ചോദിക്കാൻ നമ്മളെ ദിവസം തുടങ്ങുന്നത് എപ്പോ? മഗ്രിബിനല്ലേ?
നമ്മൾ സാധാരണ എന്താ വിചാരിക്കുക, സുബഹി മുതലാണ് ദിവസം തുടങ്ങുന്നത്, അത് ഇംഗ്ലീഷിലാ. നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾ അറബി മാസം അനുസരിച്ചുകൊണ്ട് ഒരു വിശ്വാസിയുടെ ദിവസം ആരംഭിക്കുന്നത് മഗ്‌രിബോടുകൂടെയാണ്. റമദാനിന്റെ ആദ്യത്തെ മഗ്‌രിബിന് മോനെ നീ ഗ്രൗണ്ടിലാണോ? പെണ്ണുങ്ങളെ സഹോദരിമാരെ നീ ബാത്റൂമിലാണോ? അതല്ല നീ മറ്റേതെങ്കിലും ഭൗതികമായ വിനോദത്തിലാണോ? നാളെ റമദാനല്ലേ, നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങിയിട്ടില്ല, മാർക്കറ്റിലാണോ? അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താണ് ഞാനും നീയുമെങ്കിൽ ആ റഹ്മത്തിന് നമ്മളെ തെരഞ്ഞെടുത്തിട്ടില്ല കേട്ടോ.